walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. അപ്പോൾ എല്ലാ ടു സ്ട്രോക്ക് ഭ്രാന്തന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു RD350 ആണ്. ഇത് വെറും RD350 അല്ല, ഇത് HT മോഡലാണ്. വളരെ റെയറായിട്ടുള്ള ഒരു മോഡലാണിത് RD350. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ്. ഇത് ഫ്രണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നതാണ്. ഫ്രണ്ടിനോട് ഒരുപാട് താങ്ക്സ്, വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നു. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടിയല്ല, ഇതിലും അതുക്കും മേലെയുള്ള ഒരു വണ്ടിയാണ്. നല്ല അടിപൊളി പെർഫോമൻസ്, അടിപൊളി ഫുള്ളി സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഫുള്ള് സ്റ്റോക്കാണ്. ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് മുതൽ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത് ഇതുവരെ, ഇത് റെഡ് ഇൻഡിക്കേറ്ററാണ്. ഇത് ഭയങ്കര റെയർ, ഒറിജിനൽ വന്നേക്കുന്ന സാധനമാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈലൻസർ ആയിക്കോട്ടെ, ക്രാഷ് ഗാർഡ്, ഇത് നമ്മൾ ഈ വണ്ടിയിൽ വന്നതല്ല, ഇത് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തതാണ്. ഇത് മഡ് ഗാർഡ് ആയിക്കോട്ടെ, ഹെഡ്ലൈറ്റ്, ഈ ഇൻഡിക്കേറ്റേഴ്സും ഇതും റെഡ് കളറിൽ വന്നിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ, ഇത് ഒറിജിനൽ ഹാൻഡിലാണ്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോള്, ഇത് കിലോമീറ്റർ പെർ അവറിൻ്റെ ഇത് 200 വരെ വന്നിട്ടുണ്ട്. ഇത് RPM മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ന്യൂട്രൽ, ഹൈ ബീം, ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ, അപ്പം ഇതെല്ലാം വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇത് ന്യൂട്രലൊക്കെ ഇതിൻ്റെ ഇത് 1984 മോഡലുള്ള ബൈക്കാണ്. ഇപ്പോഴും അതിൻ്റെ ന്യൂട്രലും എല്ലാം വർക്കിംഗ് ആണ് കണ്ടീഷനിൽ. ഇത് 1984 ബൈക്കാണ്. 1984 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ 39 വർഷം കഴിഞ്ഞു. 40-ാം വർഷത്തിലേക്ക് ഇത് കയറുന്ന, 40 വർഷം ആയിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണിത്. സോ അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റാണ്. ഇത് ബ്ലൂ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നതാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇത് രണ്ടും ഒറിജിനലാണ്. പിന്നെ ഇത് മൈസൂർ ബൈക്കായിരുന്നു, അതുകൊണ്ടാണ് KL05AY 0350. വണ്ടി RD350 ആണ്, നമ്പരും 350 ആണ്. അപ്പം ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ മഡ് ഗാർഡ് ഇത് ഒറിജിനലാണ്. ഇതിൻ്റെ റിമ്മും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഇതാണ്. ഇത് ഒറിജിനൽ ലോഗോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഡിസ്ക് ബ്രേക്ക് നമ്മൾ വേറെ അഡീഷണലി വേറെ ചെയ്തതാണ്. ഫൈബറിൻ്റെ ഡിസ്ക് ബ്രേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതിൽ ഫുള്ള് ക്രോമിങ്, എവിടെയൊക്കെ ക്രോം ഉണ്ടോ അതെല്ലാം ചെയ്തിട്ട് ഇത് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ എൻജിൻ വന്നിട്ട് HT എൻജിനാണ്, ഹൈ ടോർക്ക്. ഇത് ഭയങ്കര ലിമിറ്റഡ് എഡീഷനിൽ വന്നതാണ്. ഇതിന് ഹൈ പവറാണ് വണ്ടി, LTയെക്കാട്ടിലും. പിന്നെ ഉള്ളത് ഒരു LT വെർഷനാണ്. LT വെർഷനേക്കാളും ഹൈ പവറാണ് വണ്ടി. നിങ്ങൾക്ക് കാർബറേറ്ററും കാര്യങ്ങളൊക്കെ കാണാം. ഡ്യുവൽ ഹെഡ്, ഡ്യുവൽ സൈലൻസർ. ഈ സൈലൻസറിന് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു സൈലൻസറാണ്. HTയുടെ സൈലൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കർവേ വരുന്നുള്ളൂ. ഇത് HTയുടെ മാത്രമായിട്ട് വരുന്ന ഇതാണ്. LTയിൽ വരുന്നത് ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈലൻസറാണ്. ഇത് ഒറിജിനൽ ഡ്രമ്മും ഹബ്ബും എല്ലാം ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ ഇതിനകത്ത് ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാജ്ദൂതിൻ്റെ ഒറിജിനൽ ലോഗോ ചെയ്തിട്ടുണ്ട്. റിമ്മും കാര്യങ്ങളും എല്ലാം പ്ലേറ്റിംഗ് ചെയ്ത് അടിപൊളിയാക്കിയിരിക്കുന്നതാണ്. ഇൻഡിക്കേറ്റർ ഒറിജിനൽ ഇൻഡിക്കേറ്ററാണ്, റെഡ് കളറിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ്, ഇത് RDയുടെ ഒറിജിനൽ ടെയിൽ ലാമ്പാണ്. ഇത് റിഫ്ലക്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ രാജ്ദൂതിൻ്റെ മഡ് ഫ്ലാപ്പ് വെച്ചിട്ടുണ്ട്. കാരിയർ ഇത് ഒറിജിനലാണ്. ഈ കാരിയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒറിജിനൽ കാരിയർ എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ ലെവലിൽ തന്നെയാണ് വരുന്നത്. പിന്നെയുള്ള നിങ്ങൾ ചിലത് കണ്ടിട്ടുണ്ട്, ഇത്രയും പൊക്കമുള്ളൊരു കാരിയർ, അത് ഒരു ഡിഫറെൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ ലുക്ക്. വണ്ടിക്ക് ഫുള്ള് ലുക്ക് തരുന്ന കാരിയർ എന്ന് പറഞ്ഞാൽ ഈ കാരിയറാണ്. ഇതിന് അതിൻ്റേതായ ഒരു പ്രത്യേക ഒരു ലുക്കാണ്. വണ്ടി നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പക്ക ലുക്കാണ്. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്തത്
17 പെയിൻറ്റ് ചെയ്തതാണ്. ഇപ്പോഴും ആ വണ്ടി നല്ല പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. ഇത് മൈസൂരിൽ പെയിൻറ്റ് ചെയ്തതാണ്. ഇതിലുമായിട്ട് തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഫുള്ള് സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി വന്നിരിക്കുന്നത്. ഇത് എൻജിൻ സൈഡ് വരുന്നത്, കാർബറേറ്റർ, ഹെഡ്, പിന്നെ ഇതിൻ്റെ ഗിയർ ലിവർ പക്ക ഒറിജിനൽ സാധനമാണ് വന്നിരിക്കുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് ഒറിജിനൽ സ്റ്റാൻഡാണ്. സെൻട്രൽ സ്റ്റാൻഡ് ആയാലും ഇതായാലും രണ്ട് ഒറിജിനൽ സ്റ്റാൻഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ക്രാഷ് ഗാർഡ് വന്നു. ഇതിൽ സൈഡിൽ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു വലിയൊരു ഇത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വണ്ടിയിലും കാണാത്ത ഒരു സാധനമാണ്. ഇത് കിൽ സ്വിച്ചാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിൽ സ്വിച്ച് ഓൺ ആണെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇതൊക്കെ 1984 ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അത്രയും ഒരു സംഭവമാണ്. പിന്നെ ഇത് ലൈറ്റിൻ്റെയാണ്, ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാണ്. ഇത് ഹൈ ലോ ഇതിൻ്റെ ഉണ്ട്. പിന്നെ ഇത് ഇൻഡിക്കേറ്റേഴ്സ് ലെഫ്റ്റ് റൈറ്റ് എല്ലാം വർക്കിംഗ് ആണ്. ഇത് ഹോണൊക്കെ കിടിലൻ സാധനമാണ് കയറ്റിയിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഇതും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് സൈഡിൻ്റെ അതും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. ബാക്ക് സൈഡിലെ വർക്കിംഗ് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്, ഫുള്ള് വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് കാണിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈറ്റും ഫുള്ള് വർക്കിംഗ് കണ്ടീഷനിലാണ്. ആർഡിയുടെ ഒരു ബ്രേക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഒരു സംഭവമാണ്. നല്ല ലുക്കുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വണ്ടിയുടെ ഇതിൻ്റെ എക്സോസ്റ്റ് കാണിച്ചു തരാം. നല്ല പൊട്ടി നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടി സ്റ്റാർട്ടാണ്. പക്ക സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടി. ഇതുപോലൊരു വണ്ടി കാണുകയെന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്, നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന വണ്ടിയല്ല. അതുപോലെ ആ തമ്പ് കേട്ട് കഴിഞ്ഞാൽ ഐഡിയയിൽ നിൽക്കുമ്പോൾ ഒരു സൗണ്ടാണ്, കൈ കൊടുത്തു കഴിയുമ്പോൾ അത് വേറെ സൗണ്ടിലേക്ക് മാറും. അത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ്. വണ്ടി ഇങ്ങനെ അങ്ങ് പിന്നെ ഒരു സ്പീഡ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 40, 60, 80 കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേറൊരു സൗണ്ടിലേക്ക് മാറും. അത് നമ്മൾ ഈ ഡും 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 എന്നുള്ള സൗണ്ടല്ല, അത് വേറൊരു സൗണ്ടിലേക്ക് മാറും. ഭയങ്കര വേറെ ലെവൽ വണ്ടിയാണ്, സൂപ്പർ കിട്ടിലും വണ്ടിയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഞാൻ ഈ വണ്ടി എപ്പം പുറത്തോട്ട് ഇറങ്ങിയാലും ഒരു 2 പേരെങ്കിലും വന്ന് ചോദിക്കും വണ്ടിയുടെ കാര്യം, എവിടെ നിന്നൊക്കെയാണോ, കൊടുക്കാനുണ്ടോ. ഇപ്പോൾ ചിലരൊക്കെ വന്നിട്ട് ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്, പുതിയതാണോ, ഇപ്പോഴും ഇറങ്ങുന്നുണ്ടോ ഈ വണ്ടി ഇപ്പോഴും പുതിയതായിട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് ഒത്തിരി പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു ഐക്കോണിക് ബൈക്കാണ്. ഈ വണ്ടി ഒരു സമയത്ത് 1980-കളിലെ ഭയങ്കര ഹിറ്റായിട്ട് നിന്ന ഒത്തിരി പേര് ഉപയോഗിച്ച ഒരു വണ്ടിയാണ്. ഇപ്പോൾ അതിനുശേഷം പിന്നെ അത് RX സീരീസ് 2 സ്ട്രോക്ക് ബാനും ഒക്കെ വന്നതോടുകൂടി നിർത്തിപ്പോയതാണ്. എന്നാൽ ഇപ്പം ഇതിൻ്റെ ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നെക്സ്റ്റ് ലെവലാണ്. ഇപ്പോൾ RX സീരീസ് 2 സ്ട്രോക്ക് ആയാലും ഇപ്പോൾ ഇതിൻ്റെ RD യമഹയുടെ പ്രത്യേകിച്ച് യമഹ RD, RX സീരീസ്, RX Z എല്ലാത്തിനും ഭയങ്കര ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ 2 സ്ട്രോക്കിൽ നമ്മുടെ ജാവ SB
അതുപോലെ ടൂ സ്ട്രോക്കിൻ്റെ മറ്റ് ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട്. സുസുക്കിയുടെ ഷോഗൺ, ഷാവലിൻ, സാമുറായി, മാക്സ് 100 അതുപോലുള്ള പല വണ്ടികളുണ്ട്. അതിലൊക്കെ എല്ലാത്തിലും ഇപ്പം ഭയങ്കര ക്രൈസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇതുപോലൊരു വണ്ടി കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നിങ്ങൾ തപ്പിയെടുക്കുക, നല്ല ഉഗ്രം വണ്ടി നോക്കി എടുക്കുക. വണ്ടി അറിയാവുന്ന മെക്കാനിക്കിനെ കാണിച്ചിട്ട് ഉഗ്രൻ്റെ ഒരു വണ്ടി നോക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റൈഡ് റിവ്യൂ ആണ്. Town to town, from London to Taiwan, I've been all around the globe trying to protect your soul.